വിട്ടോ വിട്ടോ വിട്ടോ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ? നമ്മൾ അരാപ്പൈമെൻ്റ് ടാങ്ക് കാണണോ? ഇത് നമ്മൾ ഒരു വലിയ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റി പുതിയ ഫിൽറ്ററും സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി കണ്ടാ അടിപൊളിയായി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റി. ആ സിസ്റ്റത്തിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ താഴത്തുണ്ട് കുറേ അഴുക്ക്. അത് നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് താഴെ വീണ് പോയതാണ്. അതുപോലെ ഇവർ മേലെ ഇവർ ബേജാറായിട്ട് കുറച്ച് മീൻ ഇതുണ്ടാ മേലെല്ലാം അടിച്ചിട്ട് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ പൊട്ടിയതാന്ന് താഴെ കാണുന്നത്. മേലെല്ലാം മീൻ നോക്കിയാൽ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടാ. അത് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടൊരു വീഡിയോയിൽ എടുക്കണമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഇറങ്ങാത്തത് കൊണ്ട് ഇവൻ ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയാൽ ഇട്ട് അടിച്ച് കലക്കി നമ്മളൊന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അന്നേരം നമുക്കൊരു വീഡിയോയിൽ എടുക്കാം. പൊളിക്കൂലേ? നമ്മൾ ആദ്യം ഈ അരാപ്പയ്മ കുറച്ച് ചെറുതുള്ള സമയത്താണ് നമ്മൾ അന്ന് വീഡിയോ ഒക്കെ ചെയ്തത്. ഇനി വലുതായതിന് ശേഷം ഇറങ്ങുമ്പോൾ എന്നെ തന്നെ തിന്നോ നോക്കാമല്ലോ നമുക്കല്ലേ. നമ്മൾ പിള്ളേരാരും ഇറങ്ങുന്നില്ല, എല്ലാവർക്കും പേടി. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മീനിനെ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുറച്ച് മീനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 സ്പെഷ്യലായിട്ടുള്ള മീനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ പ്ലാറ്റിനം ഗാറിൻ്റെ പോലത്തെ ആൽബിനോ ഗാർ, കുറച്ചും കൂടി ചെറിയ ഗാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഫുള്ളായിട്ട് മോൺസ്റ്റർ ടാങ്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ മീനിനെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വില കൊടുത്തിട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ എന്തായാലും നമുക്ക്. അപ്പോൾ ചെറുതിനെ വാങ്ങിച്ചിട്ട് വലുതാക്കാന്നുള്ള പ്ലാനിലാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഇതിപ്പോൾ കണ്ട നമ്മൾ അതേപോലെ ചെറുതിനെ വാങ്ങിച്ചാലേ നമ്മൾ അന്നേരം 45,000 രൂപക്കാണ്, 45-നല്ലേ വാങ്ങിച്ചത്, എൻ്റെ ഓർമ്മയിൽ 45-നെ വാങ്ങിച്ചത്. അന്നേരം നമ്മൾ ഇത്രയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വാങ്ങിച്ചാത്ത മീനിൻ്റെ അത്രയും ഇതുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും വലുതായി. ഇപ്പോൾ കണ്ട ഇത്ര വലുതായി നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാ? ഇതിപ്പോൾ എൻ്റെ കൈ വെക്കുമ്പോൾ ഏകദേശം മനസ്സിലാവണ്ട. കണ്ടാ എത്ര ചെറിയ മീനാണ് ഈ സൈസായി നോക്കിയാൽ. അത് നല്ല ഫീഡിങ്ങും കാര്യങ്ങളും അതുപോലെ നല്ല ഫിൽട്രേഷനും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്കിപ്പോൾ ഫിൽട്രേഷൻ നമ്മളെ അരാപ്പയ്മക്കും അതുപോലെ ഇവർക്കും ചെയ്ത ഫിൽറ്ററിങ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം കാനിസ്ട്ര ചെയ്തത്, അത് പക്ഷേ അത്രത്തോളം നമുക്ക് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളത് മാറ്റി പുതിയ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കുറേ നാളായി പാരറ്റണിലും കാണിച്ചിട്ടില്ലേ. ഒന്ന് ജസ്റ്റ് നമ്മളെ ജമ്മിനൊന്ന് കാണിക്കാമല്ലോ. ജമ്മി വാമുത്തേ വാമുത്തേ വാ. എപ്പോൾ സെറ്റാന്ന് കേട്ടാ. ആ ഒരു ഹലോ പറഞ്ഞേ. ഈ മൈക്കിലേ കൂടി പറഞ്ഞേ. എല്ലാവർക്കും ചെവി പോയിട്ടുണ്ടാവല്ലേ? സംസാരിക്കോട്ടെ, കുറച്ച് സംസാരിക്കും. നീ ഉണ്ടല്ലോ നല്ല മോനല്ലേ പറയണേ. ഗുഡ് ബോയ് ആരാണ്? ആരാണ് ഗുഡ് ബോയ് അല്ലേ എന്ന് പറഞ്ഞേ, എല്ലാവരും കേൾക്കട്ടെ. മൈക്ക് ഒത്തിയേക്കല്ലേ? ആ എന്താ പറയുന്നുണ്ടാ? ഗുഡ് ബോയ് ആരാ? അതേപോലെ നിങ്ങൾക്കൊരു പ്രേമം കാണണോ? ഇതൊക്കെ നമ്മുടെ അപ്പവും ക്ലാരയും അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സല്ലപിക്കുന്നുണ്ടാ. അപ്പൊ നമ്മൾ കണ്ടേരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വഴിക്ക് പോയി. അപ്പു കൂട്ടുണ്ട്, ക്ലാരി കൂട്ടിലുണ്ട് കേട്ടാ. ക്ലാരി അപ്പും ഭയങ്കര കമ്പനി. അവർ തമ്മിൽ സെറ്റായി എന്ന് തോന്നുന്നത് അല്ലേ? ഇവന് നമ്മൾ ചെറുതൊന്നും വെട്ടിയില്ലേ, ഫുൾ ഓപ്പണാണ് അല്ലേ? നമ്മള് സാധാരണ ഒരു ട്രീറ്റ് കൊടുക്കും. ട്രീറ്റ് ഇട്ടാൻ നോക്കുന്നത് തന്നെ വേണം. തത്തമ്മേ പൂച്ചേ എന്താ പറയുന്നേ? ആ ജമ്മി പറഞ്ഞേ. ജമ്മി ആ പോട്. ഇന്ന് ട്രീറ്റ് ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുതരാം കേട്ടോ. പോട് പോയിക്കോ. ട്രീറ്റ് ഇല്ലെങ്കിൽ പോവില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. ആ ടീ കിട്ടിയാലേ പോവും. പോട്. ആ ഓക്കെ. അതുപോലെ നമ്മളെ പിന്നെ ബഡ്ജീസിൻ്റെ കേജിലെല്ലാം കുറേ കുട്ടികളെല്ലാം ആയി. നമ്മൾ കുറച്ചെണ്ണത്തിനെ മാറ്റിയിട്ടോ, കുറച്ച് അധികമായപ്പോൾ കുറച്ചാളെ മാറ്റിയിട്ട് നല്ല രസമാണ് ഈ കേജ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നല്ലോണം കുറച്ച് സമയം നോക്കി നിൽക്കുന്നൊരു കേജാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കാണിച്ചു തരാമല്ലോ, തുറന്നിട്ട് തന്നെ കാണിച്ചു തരാം. അന്നേരം നല്ല രസമാണ്. എന്നാൽ ഇതിൻ്റെ ക്ലിയർ അടിക്കൂലല്ലോ, നല്ലില്ലേ? എപ്പം പണ്ട് നമ്മൾ ലവ് ബേർഡ്സിന് ഇതിനെല്ലാം പറയല്. കുറച്ച് കുട്ടികളതാ പിന്നെ താഴെ ഇറങ്ങിയിട്ടതാ എന്താ അടിയിടലുണ്ട്, ഇത് എവിടെയെല്ലാം ഉണ്ട്. ബേബീസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ബംഗാൾക്കകത്ത് നോക്കണ്ട, പണി കൂടി കാണിച്ചു തരാം. ഓൻ്റെ എപ്പോൾ ഇങ്ങനെ പിടിക്കാൻ നോക്കൂട്ടാ. അയൺ ബേബി ഇതാ വടമുത്തേ
ആള് നല്ല ജഗായി ഇപ്പോൾ. വാ കണ്ടാ ഹെവിയായില്ലേ? സൈസ് കണ്ടാ? കുറെ കാലയിലെ കണ്ടിട്ടല്ലേ? ഓടെ ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്ററും കാര്യങ്ങളെല്ലാം കാണാം. അതേപോലെ നേരത്തെ ഉണ്ടല്ലോ, പിന്നെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിലെ, പിന്നെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ, എന്താ പറയുക, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ ഇപ്പം നമ്മളെ അരാപ്പയ്മ ടാങ്ക് നോക്കിയാൽ മേലിൽ നോക്കുമ്പോൾ ശരിക്കും താഴോട്ട് കാണുന്നില്ലേ? മുന്നേ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റാറില്ല, ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാവും. അപ്പോൾ താഴേക്ക് കറക്റ്റ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു അബദ്ധം പറ്റി. ഇത് സാധാരണ നമ്മൾ അവിടം വരെ തുറക്കുന്നതാണ്, അത് ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ട് കുറച്ച് താഴേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഫുൾ തുറക്കാൻ കഴിയണ്ടായി, ഇത്രേ തുറക്കാൻ പറ്റുന്നുള്ളൂ. കണ്ടാ? അപ്പോൾ കണ്ടാ, ഇത് ഇങ്ങനെ പോയി അവിടെ സ്റ്റോപ്പ് ആകുന്നു. ഇനിയിപ്പോൾ അവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് തുറക്കുന്ന വിധത്തിൽ തന്നെ ആക്കണം. ഇപ്പോൾ 2-3 ദിവസം ഫീഡ് എടുക്കാണ്ട് ഫീഡ് കൊടുക്കുമ്പോൾ ഭയങ്കര അറ്റാക്ക് ഉണ്ടായിനെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കൊടുത്താണെങ്കിൽ നമ്മൾ കൊടുക്കും വരെ നമ്മൾ ഓട്ടോമാറ്റിക് കൈ വലിച്ചു കൂട്ടാ. വേടാ എടുത്തോ. ഒരു 3-4 ദിവസം ഫുഡ് കുറച്ച് പ്രോപ്പർ അല്ലായിരുന്നു. എന്നാൽ ഇവർ പേടിക്കുന്ന സമയത്ത് ഫുഡ് എടുക്കൂലല്ലോ. അപ്പോൾ നമുക്ക് ഫിൽറ്ററിൻ്റെ അടുത്തേക്ക് പോവാം. ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യണം അത്ര. ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ഇതാണ് നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ്. ഇതുണ്ടോ ഇതിൻ്റെ ഫാസ്റ്റ് കണ്ടോ? കാണിച്ചു തരാം. വെള്ളം വീണ സ്പീഡ് കണ്ടോ? അത്രയും ഫാസ്റ്റിലാണ് വെള്ളം പോകുന്നത്, അത്രയും നല്ല സ്പീഡിൽ. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 50,000 ലിറ്റർ ക്ലീനിങ് ആണ്. 50,000 ലിറ്റർ വെള്ളം ക്ലീൻ ചെയ്യും. അതുപോലെ ഈ ഓരോ അറകളിൽ നമ്മൾ മീഡിയകൾ, ബയോബോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിന് മേലെ നമ്മൾ പിന്നെ ഇതുണ്ടാ സ്പോഞ്ച് വെച്ചാണ്ടാ. ഇത് മാത്രമേ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലീൻ ചെയ്യേണ്ടതെന്നല്ല, നമ്മൾ ഒരു മാസത്തിലും കൂടുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് മാറ്റിയാൽ മതി. ആദ്യം ഫുള്ള് കച്ചറയായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ അങ്ങനെ തന്നെ ഒരു ഇതെടുത്ത് കളഞ്ഞ്, എന്നിട്ട് അതിന് ശേഷം പുതിയത് സെറ്റാക്കിയതാണ്ടാ. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് ഫുള്ള് എല്ലാം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് വരും. ഇതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് നമ്മളെ അക്വേറിയത്തിലേക്ക് പോകും. അതുപോലെ 50 സെക്കൻഡ് ഫിൽട്രേഷൻ ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് ക്ലീൻ ആവും കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. അത് നമ്മൾ ഓപ്പൺ ആകുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിൻ്റെ ക്ലീനിങ് സിസ്റ്റവും കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മേലെ ചെയ്തത്. ഇത് നമ്മളെ പിന്നെ ഇപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മുടെ പ്ലാറ്റിനം കാറിൻ്റെ കൊണ്ടാണ് അതിലുള്ള ഫിൽറ്ററാണ്. ഓക്കെ, ഇതിലും അതേപോലെ തന്നെ മീഡിയകളും ബയോബോളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബാക്ക് വാഷും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫുൾ അതിൻ്റെ അകത്ത് അഴുക്ക് വരുമ്പോൾ നമുക്ക് ഒരു കുറേ നാളോടും ഒരിക്കൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അത് നമ്മുടെ അഴുക്ക് കൂടുമ്പോൾ ഇത് ബ്ലോക്കായിട്ട് വരും. ആ സമയത്ത് മാത്രം നമ്മൾ ഓപ്പൺ ആക്കി വിട്ടാൽ മതി. ആ രീതിയിലാണ് മൊത്തത്തിൽ ബാക്ക് വാഷിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തത് കേട്ടോ. അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ താഴത്ത് കാണുമ്പോൾ ഇത്രയും ഒരു ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ മേലെ നടക്കുമ്പോൾ ഒന്ന് ആ താഴത്ത് അത്രയും നല്ല വെള്ളമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു കേട്ടോ. ഇതെല്ലാം നോർമലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റുമേ. പക്ഷെ ഞാൻ നമ്മളോട് പറയും, നമ്മളെ സാധാരണ ഈ അക്വേറിയമായിട്ട് ബന്ധമില്ലാത്ത നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നെ കേട്ടോ. എക്സ്പേർട്സ് ഇതിൻ്റെ അകത്ത് കുറേ പോരായ്മകളെല്ലാം കാണുമായിരിക്കും. അതുപോലെ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് നല്ല ധാരണയുണ്ടാവും. അപ്പോൾ നമ്മൾ കാണാത്ത ആൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതിൽ കാണുമ്പോൾ അല്ലേ ഇത് ഇത്രയിൽ പണിയുണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനുണ്ടല്ലോ, അതെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര ക്ലാരിറ്റി വെള്ളം. ഇതിപ്പോൾ എത്ര ലിറ്റർ വെള്ളമാണ് കാണുന്നത് ഓക്കെ കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് മറ്റേ മീനൊക്കെ കണ്ടേ, പുതിയ വന്ന മീനിനെ കാണാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് നമുക്ക് അതും കൂടി കാണാം. നല്ല സന്തോഷമുള്ള വീഡിയോ കേട്ടോ. അവർ എന്താ പറയുക, അവരാണ് നമ്മളെ എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ലോണം സ്കൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സ്കൂൾ വന്നുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോയിൽ കയറ്റിയാണ് കേട്ടോ. നോക്കിയാ മീൻ്റെ വലുപ്പം നോക്കിയാ, സൈസ് ഉണ്ടോ? ഹെവി. ഓക്കെ, അപ്പോൾ നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ടാങ്കിലാണ് നമ്മളിപ്പോൾ വന്ന ടീംസിനെ മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇതാ ആൽബിനോ റെഡ് ഐ കാറാണ് കേട്ടോ ഈ കാണുന്നത്. 2 ആളുണ്ട്. ഇവർ കുറച്ച് വലുതായതിന് ശേഷം നമ്മൾ മറ്റേതിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇവരെ തിന്നുകളയും. ഓക്കെ, ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി വരുള്ളൂ. വേണ്ട, ശരിക്കും മുതലിൻ്റെ തലയും മീനിൻ്റെ ശരീരം ശരിക്കും ആ റെഡ് ഐ കറക്റ്റ് കാണുന്നുണ്ടോ? അതൊക്കെ അതാ എന്താ ഭംഗിയല്ലേ. ഓ, കളറ് കുറച്ചാണേ. അങ്ങനെയുണ്ട്, അടിപൊളി അല്ലേ. അതേപോലെ ഇവരും ഉണ്ട് കേട്ടോ, ഒരു 6 പീസ്. നമ്മുടെ പീക്കോക്ക് പാസിനെ പോലെ ഇല്ലേ ഇതിനെ കാണുമ്പോൾ. ഇത് ഗോൾഡൻ കൽബറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡാണ്. എക്സോട്ടിക്കാണ്, നല്ല രസമാണല്ലേ കാണാൻ, നല്ല രസമില്ലേ. ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഈ മറ്റേ അക്വേറിയത്തിൻ്റെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രാച്ചുകളും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലേ. ഇത് നമ്മൾ കുറേ വർഷം മുന്നേ നമ്മൾ ഉണ്ടാക്കിയ ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ടാങ്ക് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ. ഇതിനകത്ത് മീൻ ഇട്ട് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പാസേജിലാണ് ഇത് ഇട്ടുള്ളത്. അപ്പോൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഇതിനെ ശരിക്കും കാണാൻ വേണ്ടി പറ്റും മീനിനെ. അതുപോലെ കുറച്ച് പിന്നെ കല്ലും കാര്യങ്ങളെല്ലാം നാച്ചുറലായിട്ടുള്ള സാധനം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത്. എപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും. അതുപോലെ കുറച്ച് കോയി ഫിഷും ഉണ്ട്. കുറച്ച് നല്ല കോയി ഫിഷാണ് ഇതിൻ്റെ അകത്തുള്ളത്. കോയി ഫിഷിൻ്റെ ചെറുതാണ്. ചെറുതിനെ നമ്മളെല്ലാത്തിനും ഒരു ടാങ്കിൽ തന്നെ ഇട്ടുന്നു. ഒരു വലുതും ബാക്കി എല്ലാം ചെറുത്. ഇത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ മീനുകളാണ്. അതിൽ വലുതാക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അത് ഒരെണ്ണത്തിനെ കണ്ടില്ലേ, അങ്ങനെയുണ്ട്, രസമില്ലേ. അതുപോലെ ഇതിൻ്റെ അകത്ത് പണ്ട് കുറച്ച് പാരറ്റ് ഫിഷും അതുപോലെ ഓസ്കാറിലും ഉണ്ടായിട്ടില്ലേ, ആ ഓസ്കാറിനെ നമ്മൾ അപ്പുറത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഡയാനൊന്ന് കാണിച്ചാൽ, ഡയാന മുന്നേ കാണുന്നതല്ല, നല്ല രോമയിലും വന്ന് നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഡോങ്കി. നമ്മൾ വീഡിയോയിൽ ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ എന്താണെന്നറിയില്ല, പേടി ഒരു രക്ഷയില്ല. എന്നാലും നമുക്ക് ഇപ്പം ഇങ്ങനെയെല്ലാം അടുത്ത് പോകാൻ പറ്റും. ആദ്യം ഈ പരിസരത്തേ വരാൻ കഴിയില്ല. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്, എന്നാലും ഭയങ്കര ഇതെന്ന് പറയാൻ കഴിയില്ല, പേടി തന്നെ. അതുപോലെ വാ നമുക്കിങ്ങനെ പോകാല. നമ്മൾ പാഷൻ ഫ്രൂട്ട് കണ്ട, ഒരു പാഷൻ ഫ്രൂട്ട് കണ്ട, കുറച്ചെണ്ണം ഉണ്ട്. ഇതെല്ലാം നല്ല പന്തൽ പോലെ ആയിന്. പക്ഷേ എല്ലാ സമയത്തും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇലയുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഇല ഫുള്ള് പൊഴിഞ്ഞു പോയ സമയമാണേ. അതേപോലെ വാ ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ടാങ്കായിരുന്നു. നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓസ്കാറിനെ നമ്മൾ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുള്ളത്. പാരറ്റിനെ നമ്മൾ മറ്റേ പാരറ്റിൻ്റെ കൂടെ തന്നെ ഇട്ട്. ശരിക്കും നമ്മൾ ഈ ടാങ്ക് എന്തിനാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചതെന്നറിയോ? നമ്മളൊരു പരീക്ഷണം നടത്താൻ വേണ്ടി. നമ്മളെ 1-2 കോയി ഫിഷ് ഫുൾ എഗ്ഗായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒന്ന് ബ്രീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മൾ ബ്രീഡിംഗ് ഒന്നും കാണിച്ചില്ലല്ലോ. കോയി ഫിഷിൻ്റെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 ടാങ്ക് തൽക്കാലം ഇട്ടതാണ്. അപ്പോൾ ആ മീൻ ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവരെ നമ്മൾ ഇതിൻ്റെത്തേക്ക് മാറ്റിയത്. ഇവരെ ഒന്നും കൂടി നല്ല പ്രതിരോധ ശേഷിയുള്ള മീനുകളാണ്. ഓക്സിജനും വേണമെന്നില്ല, അങ്ങനെ നിന്നോളും. ഓക്കെ, നല്ല കടിയടിക്കും കേട്ടോ. ഒരു ബ്ലഡ് വരുന്നതാണ്. കടിക്കടാ. ഈ ഓസ്കാറൊക്കെ എത്ര വർഷമായി എന്നറിയതാ. ഇതാക്കണ്ട കടിക്കടാ. രസമാണ്. എന്താ ഫുള്ളി ടൈം ഉണ്ടാവും. വാ ഇങ്ങനെ വരും. വാ കണ്ടാ ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു ഒരു 6-5-6 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. ഓക്കേ, അപ്പോൾ നമുക്ക് കോയി ഫിഷിൻ്റെ ബ്രീഡ് ചെയ്യുന്നത് കാണിക്കല്ലേ ഇവിടെ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീഡിയോ അങ്ങാണ്ട് നോക്കിയിട്ട് എയറേറ്ററും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കോയി ഫിഷിനെ ബ്രീഡ് ചെയ്യുന്ന ഒന്ന് പരീക്ഷ നോക്കാം. ഇതുവരെ നമ്മൾ കോയി ഫിഷിനെ ബ്രീഡ് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, ഒന്ന് നോക്കി നോക്കാം. സാധാരണ നമ്മളൊരു നാച്ചുറൽ പോണ്ടിൽ വിട്ടിട്ട് ബ്രീഡ് ആയിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് അതിൻ്റെ ശരിയായ വശങ്ങളൊന്നും അറിയേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി
നല്ല കോഴിഫിഷാണ്. അപ്പോൾ അതിനെ ബ്രീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കുട്ടികൾ വന്നാലൊന്ന് കാണിക്കാം. ശരി. മീനിനെ ഞാൻ നിർത്തിക്കണം. മീൻ നോക്കിയാ okay. Yeah.
അപ്പോൾ ഇതിനുണ്ടല്ല ഇപ്പൊ വലിയ മീനിന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നേട്ടാ. ഇതെന്താ ഭക്ഷണം കഴിക്കുക? ഇവര് മീനാ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും കാണണ്ടേ? അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സിസ്റ്റർ നമുക്ക് വിളിക്കാം അല്ലേ, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വാ സിസ്റ്റർ വാ. ആ വീട് കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ? വാ വാ വാ. ഇതാണ് ലോകത്തിലെ ഏറ്റവും പാവം ഫിഷാണ്, ഏറ്റവും പാവം ഫിഷാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്യാമറയും കൂടി അവിടെ വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ റിയാക്ഷനും കൂടി എടുക്കാം. ഒരു കാര്യം ചെയ്യും. അല്ല സിസ്റ്ററിൻ്റെ അല്ല, കുട്ടികളുടെ അത് എടുക്കുന്ന. എടാ ഇതൊന്ന് നീ ഇതിനകത്ത് എടുത്തോ, ഇടുന്ന ഇവരെ റിയാക്ഷൻ മൊത്തം എടുത്തോ, ഇടുന്ന് എടുത്തോ, എന്നാലേ മുഖം കിട്ടുവറേ. അങ്ങനെ പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട. ഇത് പിടിക്ക്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കൊടുക്കണ്ടേ. അപ്പോൾ അടുക്കടുക്ക് കൊടുക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഈ പൊസിഷനിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് മെല്ലനെ ഈ തല മാത്രം മുട്ടിച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ മീൻ വന്നിട്ട് കഴിച്ചോളൂ കേട്ടോ. പതുക്കെ മുട്ടിച്ച് വെച്ചു കൊടുത്താൽ മതിയേ. റെഡി 1 2 3. വിട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ള് നനഞ്ഞ് കുളിച്ച് എങ്ങോട്ട് നോക്ക് അല്ലേ? ഭയങ്കര ധൈര്യശാലിയായ സിസ്റ്റർ ആകെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? സൂപ്പർ അല്ലേ? നിങ്ങളെല്ലാവരും വീഡിയോയിൽ കാണുക കേട്ടോ. നമ്മൾ എല്ലാ ശനിയാഴ്ചയും പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോയിൽ നമ്മളെ മക്കളെല്ലാം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, കഴിച്ചു. അത് ഇടുമ്പോൾ തന്നെ കഴിച്ച്. ആ കഴിക്കുന്നതാ കണ്ടത്. അത് നമ്മൾ ഉണ്ടല്ല, ചെറിയ മീൻ എല്ലാത്തിനും ഒരുമിച്ച് ഇട്ട് കൊടുക്കും. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ട്രീറ്റ് പോലെ കൊടുക്കുന്നതാണ് ഈ മീനിനെ. അതുകൊണ്ട് എല്ലാവർക്കും ഫീഡൊക്കെ കിട്ടും. പിന്നെ കഴിവുള്ളവനിക്ക് കുറച്ചധികം മീൻ കിട്ടും. അവിടെ എല്ലാവരും നമ്മളോട് താങ്ക് യൂലും പറഞ്ഞിട്ടുണ്ട്. ഇവർ പരിഹാരത്തുനിന്ന് വരുന്നതെന്ന്. ഇതേപോലെയുള്ള പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ പെറ്റ് സ്റ്റേഷൻ എൻട്രിയും കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശനിയും ഞായറും മാത്രം ഒഴിവാക്കിയാൽ മതി, ബാക്കി ഏത് ദിവസവും വരാം. പിന്നെ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് ഏത് സ്കൂളുണ്ടെങ്കിലും ഒരു നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സംഭവം. ഇവിടെ ചിരി മാത്രം കണ്ടാൽ മതി, അത്രയും സന്തോഷമാണ്. ഇതുപോലെ ഇപ്പോൾ അടുത്തായിട്ട് എല്ലാ ദിവസവും 2-3 സ്കൂൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരിസരത്തിൽ ഏതെങ്കിലും പിന്നെ ഇതുപോലത്തെ സ്പെഷ്യൽ സ്കൂളും അതുപോലെ ഓൾഡ് ഏജ് ഹോമിലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റെഫർ ചെയ്തോ, നമുക്ക് അടിപൊളിയായിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അവർക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം, എന്ന് എടുക്കട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ? ഈ ഒരു സ്ഥലം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വാ കാണിച്ചു തരാം. ഇതണ്ടാ സൺഫ്ലവർ പിടിച്ചിട്ട് എന്താ രസം നോക്കിയേ. ഇനി വലുതാവട്ടെ, ഇപ്പം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. നോക്കിയാൽ എൻ്റെ കൈ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അതുപോലെ കുറേ പൂ പിടിക്കുന്നുണ്ട്, ഇടെല്ലാം ഉണ്ട് കേട്ടോ. പറ പൂവുണ്ട്. അതുപോലെ കുറേ മില്ലറ്റ്സ് ഉണ്ട്, ചോളുണ്ട്, ബാജറുണ്ട്. കണ്ടാ പല ടൈപ്പ് സാധനം ഇവിടെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടതാണ്. ഇത് നട്ടതൊന്നല്ല, ഓട്ടോമാറ്റിക്കലി മുളച്ച് വന്ന സംഭവം. അതായത് ചോളം കാണിച്ചു കൊടുക്കടാ. ചോളതാ കണ്ടാ, നമ്മളെ നാട്ടുവിലെ മണ്ണിൽ എല്ലാം വിളക്കോട്ടാ, വിളയുന്നുണ്ടല്ലോ. അതുപോലെ ചിരങ്ങ, മത്തൻ എല്ലാം ഇങ്ങനെ അത്യാവശ്യം ആകുന്നുണ്ട്. കുറേയൊന്നുമില്ല, എന്നാലും കുറച്ചായിട്ട് ആവുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. എങ്ങനെയുണ്ട്? രസമില്ലേ? ഇത് നമുക്ക് ഇനി പ്രോപ്പറായിട്ടൊന്ന് നട്ടിട്ട് തന്നെ നോക്കി നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.